ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു അല്പസമയം നിങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ചെറിയ ചിന്തയുമായിട്ട് ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. ഇന്നിത് കടന്നു വരുവാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമാണല്ലേ. നമ്മൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ സങ്കടത്തിൻ്റെ അവസ്ഥകളിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് വേദപുസ്തകവും വേദപുസ്തകത്തിലെ ജീവിക്കുന്ന തിരുവചനങ്ങളുമാണ്. ആ തിരുവചനങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുന്നു. നമ്മൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഊർജം ലഭിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതം ഓരോ ദിവസവും അത് കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം അത് അവരിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിൽ ഇടർച്ചയുണ്ടാകുന്ന രീതിയിൽ ആയിത്തീരുവാൻ ഇടയാകാതിരിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ അധികം ജ്ഞാനമോ അധികം ബുദ്ധിയോ കഴിവോ ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം വേദപുസ്തകത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവശാസ്ത്രം പഠിച്ചിട്ട് അല്ല. നമ്മൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ല, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ആ വ്യക്തിയുടെ ഭാവി കാലമോ ഭൂതകാലമോ ചോദിച്ചറിഞ്ഞിട്ടല്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. അതിനുശേഷം ആ വ്യക്തിയോട് കൂടി ജീവിച്ചു പോകുമ്പോഴാണ് നമ്മൾ പോരായ്മകളും കുറവുകളും ഒക്കെ അറിഞ്ഞ് ഒന്നിച്ചായിത്തീരുന്നത് അല്ലേ. വേദപുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കതിനുള്ള വിജ്ഞാനവും വിവേകവും ഒക്കെ ലഭിക്കുന്നു. എന്നാൽ ഈ വേദപുസ്തകം അത് പല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൂടി അല്ല പ്രചരിപ്പിക്കേണ്ടത്. വേദപുസ്തകത്തിലെ വചനങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിന് പകരം വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു കൽപ്പനയും ദൈവം തമ്പുരാൻ നൽകിയിട്ടില്ല അല്ലേ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ ഉള്ള ചില വാക്യങ്ങളാണ്. യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ കുറിച്ചാണ്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ ബന്ധനസ്ഥനായി എന്ന് അതിനുശേഷമാണ്. യേശു ഗലീലയെ കടൽത്തീരത്തൂടെ കടന്നു പോകുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവൻ കണ്ടുപിടിക്കുക. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടരുകയാണ് ചെയ്തത്. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. അതായത് സെബദീ പുത്രനായ യാക്കോവും സഹോദരൻ യോഹന്നാനും. അവരെ പിതാവുമൊത്ത് വഞ്ചിയിൽ വല നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാനിത് പറയുവാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്ന് പലരും ദൈവശാസ്ത്രം പറഞ്ഞ് ദൈവവുമായുള്ള സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് ഇന്ന് പലരും സംസാരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു. അതിലേറെ ആയിട്ട് നമ്മളൊന്നും ഇന്ന് വരെയും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നില്ല. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവശാസ്ത്രം പഠിപ്പിച്ചിട്ടല്ല തിരഞ്ഞെടുത്തത് ആണോ? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ യേശു നമ്മളെ സ്വീകരിക്കുന്നു, യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു
കൽപ്പനയും യേശു നൽകിയിട്ടില്ല. അതിൽ നിന്ന് ആ കൽപ്പനയിൽ ഉൾപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഒരു കൽപ്പന ഇറക്കി. പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയായി കൂടെ കൂട്ടാൻ പാടില്ല. പലരും അതിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായി നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിനെ ആരാധിക്കുന്നതായി തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ വരുന്നുണ്ട്. ചിലപ്പോൾ പറയുമായിരിക്കും എൻ്റെ അമ്മ എന്നെ നടത്തുന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ സത്യാവസ്ഥ, ഞാനും ചെറുപ്പം മുതലേ ജപമാലയൊക്കെ ചൊല്ലി വന്നതാണ്. ജപമാല ചൊല്ലുമ്പോൾ ഞങ്ങൾ അതിൽ കർത്താവിൻ്റെ ക്രൂശിത മരണത്തെ, പീഡാസഹനത്തെ ധ്യാനിക്കുന്നതായിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. ഇതുവരെയും പരിശുദ്ധ കന്യാമറിയത്തെ ആരാധിക്കുന്നതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ മാർത്തോമാ സഭയിലായതിൻ്റെ പേരിൽ ജപമാലയിൽ നിന്നൊക്കെ മാറിയിരിക്കുക. എന്നാലും ഞാൻ പരിശുദ്ധ കന്യാമറിയത്തെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് എൻ്റെ വിവാഹശേഷം എനിക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഞാൻ പരിശുദ്ധ കന്യാമറിയത്തെ ഇത്രയേറെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കാരണം ഒരമ്മയായതിനു ശേഷം അമ്മ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളും ഒരു കുഞ്ഞിൻ്റെ സ്നേഹവും ഒക്കെ അനുഭവിച്ചതിന് ശേഷമാണ് പരിശുദ്ധ കന്യാമറിയത്തെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങിയത്. പരിശുദ്ധ കന്യാമറിയത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ വെച്ച് ആരാധിക്കാറില്ല, പക്ഷേ ബഹുമാനിക്കാറുണ്ട്. നമ്മൾ സ്വന്തം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു, സ്വന്തം അമ്മയെ എങ്ങനെ ബഹുമാനിക്കുന്നു, അതേ രീതിയിലാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. പിന്നെ ഈ ചില സഹോദരങ്ങൾ മുന്നിട്ട് വന്ന് പറയുന്നുണ്ട്, കത്തോലിക്ക സഭക്കാർ മുഴുവനും കള്ളന്മാരാണ്, അവർ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അവരെല്ലാവരും നിത്യാഗ്നിയിൽ പോകും, പിന്നെ കള്ളക്കച്ചവടക്കാരാണ്, പൈസ ഉണ്ടാക്കാനാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പ്രചരിപ്പിക്കുന്നത്. അത് എല്ലാ സഭക്കാർക്കും അവരുടേതായ വിശ്വാസവും എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ അന്ത്യം ചെന്ന് നിൽക്കുന്ന സ്വർഗരാജ്യമാണ്. നമ്മുടെ മക്കളിപ്പോൾ CBSE സ്കൂളിൽ പഠിച്ചാലും ICSE സ്കൂളിൽ പഠിച്ചാലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചാലും അവർ മുൻതൂക്കം നൽകുന്ന വിദ്യാഭ്യാസത്തിനാണ്, അല്ലേ? വിദ്യാഭ്യാസം ലഭിക്കുക, നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളൂ. പക്ഷേ അവരുടെ പല സ്കൂളുകൾക്കും അവരുടേതായ നിയമങ്ങളും നിയമ വ്യത്യാസങ്ങളും കാണും. എന്നതിലുപരി വേറെ ഒന്നുമില്ല. എഡ്യൂക്കേഷൻ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കടമ. അതുപോലെ തന്നെ നമുക്കുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ദൈവശാസ്ത്രം അറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് അല്ല ചെയ്യേണ്ടത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും ഒക്കെ എടുക്കാനായിട്ട് ഈശോ നമ്മുടെ ഭൂമിയിൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. യേശു ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു സഭക്കാരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു സഹോദരൻ വന്ന് പറയുന്നുണ്ട്, അവർ നിത്യാഗ്നിയിലേക്ക് പോവുകയുള്ളൂ, അവർക്ക് രക്ഷ കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് ഒരു സഹോദരൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. യേശു ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവസാന വിധിയെക്കുറിച്ച്. അവസാന വിധി നാളിൽ യേശു ഇടയൻ തൻ്റെ ചെമ്മരിയാടുകളെ കോലാടിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ വലതുവശത്ത് കോലാടുകളെയും ഇടതുവശത്ത് കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം അവർ യേശു നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയൊക്കെ അവസാന വിധി നാളിൽ തൻ്റെ ദൂതൻ വന്ന് വേർതിരിക്കുമ്പോൾ യേശുവിനെ അറിയാം ആരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, ആരെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ യേശു പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തു തന്നതെന്ന്. എന്ത് ചെയ്തു തന്നതെന്ന്? നീ നിൻ്റെ സഹോദരനെ സ്നേഹിച്ചോ, നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചോ, ആദരിച്ചോ, നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചോ, മോഷണം, കൊലപാതകം, അങ്ങനെ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചോ, ദൈവത്തെക്കാൾ ഉപരി മറ്റുള്ള എന്തിനെങ്കിലും നിങ്ങൾ സ്നേഹിച്ചോ, ആരാധിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഈ വേദപുസ്തകത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്
നമ്മൾ ദൈവകൽപ്പനകളെ പാലിച്ചും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുമായിട്ട് ശ്രമിക്കുക. അധികം ദൈവശാസ്ത്രം പഠിക്കാതെ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കുക, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം തമ്പുരാൻ അത് ഏറ്റെടുത്ത് നമ്മുടെ കുറവുകളെ പരിഗണിച്ച് നമ്മുടെ തെറ്റുകളെ തിരുത്തി തരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇപ്പം ശിഷ്യന്മാർ യേശുവിനെ പിന്തുടർന്ന് ചെന്നു, എന്നിട്ടും യേശുവിൽ നിന്ന് അകന്നുപോയവരുണ്ട്. യൂദാസൊക്കെ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ട് അകന്നുപോയവരാണ്, അല്ലേ? അകന്നുപോയ വ്യക്തിയാണ്. അതുപോലെ യേശുവിനെ ഒരു പ്രാവശ്യം അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരും ഉണ്ട്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട്. നമ്മൾ തെറ്റും ശരിയും അറിഞ്ഞതിന് ശേഷം ദൈവത്തിൽ നിന്നൊരിക്കലും അകന്നു പോകാൻ, നന്മതിന്മകളെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചതിന് ശേഷം പിന്നെ സുഖലോലുപതയിൽ മുഴുകി നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് പാടില്ല. ഈ തിരുവചനവും വേദഭാഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വിശ്വാസ ജീവിതത്തെയൊക്കെ പരിപോഷിപ്പിക്കാനാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടാക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടാക്കുവാനോ അല്ല. നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ ആരെയും വിധിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുവാനോ ഒന്നും നമ്മൾക്ക് അർഹതയില്ല. അതിനുള്ള ഒരു അവകാശവും നമുക്ക് ഇല്ല. മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്തുവാനും അവർക്ക് വേണ്ടിയിട്ട് ന്യായവിധി ഒരുക്കാനൊക്കെ യേശു തമ്പുരാന് കാത്തിരിപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് ഭൂമിയിൽ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, നമുക്ക് അറിവും ജ്ഞാനവും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സഭാ നേതാക്കന്മാരുണ്ട്, വൈദികരുണ്ട്, നമ്മുടെ ഇടവക അച്ഛന്മാരുണ്ട്, അല്ലേ? അതിൽ അവരെ എങ്ങനെ ഒരു സഭയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സഭയെ ഉദ്ധരിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും അവരുടെ സഭാ നേതാക്കന്മാരുണ്ട്. അത് പല സഭകളിൽ നിന്ന് പല അഭിപ്രായങ്ങളും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും പരിപൂർണരായിട്ട് ഇപ്പോൾ സ്വർഗരാജ്യം നമ്മളിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ജീവിത രീതി എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ മനസ്സിനുള്ളിൽ എന്ത് ചിന്തയാണ് പോകുന്നത്? എൻ്റെ ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ, എനിക്കും അറിയാം. അതുകൊണ്ട് അതിനെ വീക്ഷിക്കാനായിട്ട് മുകളിൽ ഒരാളുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കലും അവരുടെ ജീവിതത്തെ ഇടർച്ചയുണ്ടാകാതിരിക്കുവാനായിട്ട് മാത്രം നമ്മൾ ശ്രമിക്കുക. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും, നമ്മുടെ എല്ലാ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും, നമ്മുടെ ചിന്തയും വാക്കും നമ്മുടെ വിചാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ പേരിനോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കാൻ പാടില്ല. എന്ത് ചെയ്താലും, ഒരു ചെറിയ കാര്യം പോലും ചെയ്താലും അത് യേശുവിൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ 4 പേരെ അറിയുവാനോ നമ്മൾ 4 പേരുടെ മുമ്പിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് കേൾപ്പിക്കാനോ അല്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൃദയവും അറിഞ്ഞുകൊണ്ട് അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം.